സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കേസ് സൗദി കോടതി ഇന്ന് പരിഗണിച്ചെങ്കിലും വിധിയുണ്ടായില്ല. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവർണറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. അഫ്താബ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകും. അഫ്താബ്, ഇന്നെന്താണ് കോടതിയിൽ ഉണ്ടായത്? 18-ന് എത്രയുണ്ട് പ്രതീക്ഷയുണ്ട്? സൈഫുദ്ദീൻ, തുടർച്ചയായ 9ാം തവണയാണ് റഹീമിന്റെ കേസ് സൗദിയിലെ കോടതി നീട്ടിവെക്കുന്നത്. സൗദി പൗരൻ കൊല്ലപ്പെട്ട കേസിലാണ് നിലവിൽ റഹീം ജയിലിൽ കഴിയുന്നത്. ഇനി ഈ മാസം 18-നായിരിക്കും കേസ് കോടതി പരിഗണിക്കുക. ഇന്ന് കോടതി ആവശ്യപ്പെട്ട രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് ലഭിക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ ലഭിക്കാത്തതാണ് കേസ് പരിഗണിക്കാതിരിക്കാൻ കാരണമായിട്ട് പറയുന്നത്. റഹീം നിയമസഹായ സമിതിയാണ് ഈ വിവരങ്ങൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവർണറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പിയാണ് നിലവിൽ ആവശ്യപ്പെട്ടുള്ളത്. അത് കിട്ടിയാലുടനെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു നടപടിക്രമം കോടതി നടത്തുക. നിലവിൽ കേസ് നീളുന്നതുമായി ബന്ധപ്പെട്ട് റഹീമിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം റിയാദിലെ ഗവർണറെ കണ്ടിരുന്നു. ഈ മോചനം വൈകുന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് റഹീമിനെ താൽക്കാലികമായി പുറത്തിറക്കാനാണ് ഇപ്പോൾ റഹീം നിയമസഹായ സമിതി ശ്രമിക്കുന്നത്. ഇങ്ങനെ പുറത്തിറങ്ങിയ ശേഷവും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഇതിനു ശേഷം പൂർത്തിയാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിയമസഹായ സമിതി ഉള്ളത്. എന്താണ് കേസ് ഇത്രമാത്രം അനിശ്ചിതമായി നീണ്ടുപോകാൻ കാരണം എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ റഹീം നിയമസഹായ സമിതി അല്പസമയത്തിനകം അറിയിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, അഫ്താബ് റഹ്മാനാണ് റിയാദിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.